അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ രാത്രി ഇതാ ഡിന്നർ റെഡിയാക്കാൻ വേണ്ടി എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ച സമയത്താണ് എനിക്ക് തോന്നിയത് എന്തായാലും ഈ ഒരു പരീക്ഷണ വസ്തു നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നൊരു പരീക്ഷണ റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, ഒരു ബർഗറാണ്. ബർഗറിൻ്റെ പാറ്റീസിലാണ് പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ ഇതാ മൈദയും ബേക്കിംഗ് പൗഡറും സോൾട്ടും ആണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനൊപ്പം ഇരിക്കുന്നത് ഉരുളക്കിഴങ്ങും ചിക്കൻ ലെഫ്റ്റ് ഓവർ ആണ്, തലേദിവസം ഉള്ളതാണ്. നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം കൊണ്ടാണ് ആ ചിക്കനെ കൊണ്ട് ഇങ്ങനെ ഒരു റെസിപ്പി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ആ പൊട്ടറ്റോ നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് മാഷ് ചെയ്തിട്ട് ഈ ഒരു ചിക്കനിലോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റോൾ ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ്. എന്നതിന് ശേഷം ഇതുപോലെ ഒരു കട്ട്ലറ്റിൻ്റെ ഭാവത്തിൽ അഥവാ നമ്മുടെ പാറ്റീസിൻ്റെ രൂപത്തിലാക്കിയതിന് ശേഷം നമ്മളിതുപോലെ ആ ഒരു മൈദാൻ്റെ ബാറ്ററിലൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ മൈദയുടെ വെള്ളമാണ്, കുറച്ച് മൈദ മാവ് ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അത് നല്ല തണുപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതിൻ്റെ ലെയേഴ്സ് ഇളകി വരുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റും ഒരു പരീക്ഷണം മാത്രമാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുകയാണ്. പക്ഷെ പൊട്ടറ്റോ ആയതുകൊണ്ട് പൊട്ടിപ്പോവും എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ട്. അങ്ങനെ ഇതാ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി ഇങ്ങനെ ട്രൈ ചെയ്യാണ്. അങ്ങനെ ഓയിൽ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ നിങ്ങളുടെ കുക്കിംഗ് ഓയിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ചൂടാവുന്ന സമയം കൊണ്ട് ഒന്ന് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണ് ഇത് എങ്ങനെ വരുമെന്ന്. ഓരോന്നായിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരെണ്ണം ഫ്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്താണെന്ന് നോക്കാം. പക്ഷെ അധികം കളറില്ല. കളറ് മുളക് പൊടി എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, നല്ല എരിവായതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കളറൊന്നും വീട്ടിലെ ആവശ്യത്തിന് വേണ്ട എന്ന് എനിക്ക് തോന്നി. ഇപ്പം എന്തായാലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യണത്. പൊട്ടറ്റോ ആയതുകൊണ്ട് അത് ഇങ്ങനെ കുതിർന്നു പോകും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എന്തായാലും പുറം ഭാഗം നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പിയായി വരുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിറം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാക്സിമം ഇതാ ക്രിസ്പിയാക്കി എടുത്തിട്ടുണ്ട്. സംഭവം സെറ്റാണ്, നല്ല ക്രിസ്പിയൊക്കെയാണ്. ലെയർ മാത്രം വന്നില്ല എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ചിക്കനിലാണോ സമയത്ത് നമുക്ക് കറക്റ്റ് ആ ഒരു ലെയർ കറക്റ്റായിട്ട് ആ നനഞ്ഞ് തിരിച്ച് ആ ഒരു ഡസ്റ്റിലിടുന്ന സമയത്ത് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ എനിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ പരിശ്രമിക്കും. ഇനി എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബർഗർ ബന്നാണ്, അതൊന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഹോം മെയ്ഡ് മയോണൈസ് തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. നമ്മുടെ എഗ്ഗും ഓയിലും അല്ല, ഇത് എഗ്ഗ് പൊട്ടാറ്റോ ഒക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു മയോണൈസാണ്. അപ്പോൾ അതിലേക്ക് സോസും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ടാണ് ഈ ഒരു നിറത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ റെഡിയാക്കാം. ഇതിൻ്റെ ലെയറൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പം ഞാൻ ഇതിൽ വെജീസ് ഒന്നും ഒരുപാട് ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ജസ്റ്റ് ലിറ്റ്യൂസും ഈ ഒരു മയണൈസും കുറച്ച് കെച്ചപ്പും കൂടെ തന്നെ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ പാറ്റീസും കൂടി വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. അങ്ങനെ തവയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാണ്. ആ ഒരു ബന്നിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് ചൂടാവുന്ന സമയത്ത് കുറച്ചുകൂടി നന്നായിരിക്കും. അത് കൂടാതെ തന്നെ ആ ഒരു ചീസ് ഒന്ന് അതിലൊന്ന് നന്നായിട്ട് മെൽറ്റായി ബ്ലെൻഡ് ആവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സംഭവം സെറ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫെയിലിയർ ഒന്നുമല്ല. ആ പൊട്ടറ്റോ ചൂടോടി കഴിക്കാൻ നല്ല ക്രിസ്പിയാണ്. ഇരുന്ന് പോകുമ്പോൾ ഒന്ന് കുതിർന്നു പോകും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു സാറ്റർഡേ സൺഡേ ഫുള്ള് കല്യാണ റൊട്ടീനാണ്. ഇങ്ങനെ തിരക്ക് പിടിച്ച് തലേദിവസം തമിഴ്നാട്ടിൽ പോകുന്നു, തിരിച്ച് ഇവിടെ വരുന്നു, നമ്മുടെ കല്ലാട്ടുമുക്കിൽ പോകുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഇതാ എത്തിയിട്ടുള്ളത് നമ്മുടെ ശ്രീമൂലം ക്ലബിലാണ്. ഇവിടെ നമ്മുടെ ഈ കട
ക്ലോസ് റിലേറ്റീവുടെ കല്യാണമാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ഒന്ന് തകർക്കണ്ടേ. അങ്ങനെ ഇതാ വന്നു. നമ്മൾ നേരെ പോയി പെണ്ണിനൊക്കെ കണ്ട് നേരെ ഫ്രണ്ടിലോട്ട് എത്തിയ സമയത്താണ് അവിടുത്തെ വെൽക്കം ഡ്രിങ്കും ചായയും. ചായ എന്ന് വെച്ചാൽ വെറും ചായയല്ല, കളർഫുൾ ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല ചായകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ആവശ്യമനുസരണം ഇങ്ങനെ ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ നല്ല തണുത്ത ജ്യൂസുകളും ഉണ്ട്. ലൈവായിട്ടുള്ള സ്നാക്സ് സംഭവങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ നോക്കിയപ്പോൾ നമ്മുടെ സിനിമാ താരം അനാർക്കലി അവിടെ നിൽക്കുകയാണ്. അന്വേഷിച്ച സമയത്ത് പറഞ്ഞു ചെറുക്കൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അതൊരു സന്തോഷമായി. എന്തായാലും അവരൊന്ന് മീറ്റ് ചെയ്യണം, സംസാരിക്കണം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ എന്താ പറയാൻ വിട്ടുപോയി, നമ്മുടെ കാറ്ററിംഗ് സർവീസ് താസ കാറ്ററിംഗ് ട്രിവാൻഡ്രം ആണ്. താസ ഗ്രൂപ്പ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനായിരിക്കും ഒരു കല്യാണം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ. എന്താണ് അതിൻ്റെ സ്പെഷ്യൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അവിടുത്തെ മട്ടനാണ്. മട്ടൻ അവർ സെലക്റ്റീവായിട്ട് പ്രീമിയം ആയിട്ടുള്ളൊരു മട്ടനാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ പേഴ്സണലി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് മട്ടൻ്റെ ക്വാളിറ്റിയാണ് നമ്മുടെ ഒരു കല്യാണത്തിന് ഗംഭീരമാക്കണത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്തരം മട്ടൻ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് താസ കാറ്ററിംഗ്. ഞാൻ എന്തായാലും നമ്മുടെ അനാർക്കലിയുടെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ബന്ധുക്കളായല്ലോ, അപ്പം എന്തായാലും പോയി ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് പോയി ചോദിച്ചിരുന്നു. എങ്ങനെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കാര്യം തലേദിവസം അവർ മൈലാഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു രാത്രി നമ്മുടെ മട്ടൻ കറിയൊക്കെ അടിപൊളിയായിരുന്നു. അത് പറയുമ്പോൾ തന്നെ നാക്കിലിങ്ങനെ കപ്പലൂർന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് താസ കാറ്ററിംഗ് ആണ്, അപ്പോൾ ഇന്നുള്ള ബിരിയാണിയും കഴിച്ചിട്ട് റിവ്യൂ പറയണം എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് റിവ്യൂ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോയിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അതെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അത് ശരിയാണ്, അവർക്ക് വീഡിയോയിൽ പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ നിങ്ങളടുത്ത് പറയുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവർ പറയുമ്പോൾ ശരിയാണ്. പക്ഷെ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു ഫുഡ് റിവ്യൂ ഒക്കെ കഴിഞ്ഞു എന്ന് പറയാം. എന്നിട്ട് ഇതാ കല്യാണം കുറച്ച് നേരം ഇങ്ങനെ കണ്ടു രസിച്ചു. കുടുംബക്കാരൊക്കെ കണ്ടു, വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണു. പെണ്ണും ചെറുക്കനും ഇങ്ങനെ സ്റ്റേജിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ ഹാജറക്ക് നന്നായിട്ട് വിശക്കണു എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ കഴിക്കാൻ വന്നു. ഹാജറയുടെ വിശപ്പ് കാരണം ഹാജറ ബിരിയാണി ഒന്നും എടുത്തില്ല, ഹാജറ വെള്ളച്ചോറാണ് എടുത്തത്. പക്ഷെ ഹാജറക്ക് പേഴ്സണലി മട്ടനിലോട് വലിയ താല്പര്യമില്ല, പക്ഷെ കഴിച്ചു പോവും എന്നുള്ളതാണ്. അങ്ങനെ നേരെ വന്നു ഗുലാബ് ജാം, ഐസ്ക്രീം, ഡെസേർട്ട് സെറ്റിങ്സ് അതൊക്കെ കണ്ടു കഴിച്ചു. അപ്പോൾ ഇനി പെട്ടെന്ന് നമുക്ക് പോകാനുള്ള സമയമായി. എന്തായാലും നിങ്ങളാരും താസ കാറ്ററിങ്ങിനെ കുറിച്ച് മറന്നു പോകണ്ട. താസ കാറ്ററിംഗ് ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ് ഒരു കല്യാണം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. വെറുതെ പരസ്യത്തിന് വേണ്ടി പറയണതല്ല, പേഴ്സണലായിട്ട് എനിക്ക് അറിയാമുള്ളതുകൊണ്ടാണ് പറയണത്. സംഭവങ്ങളൊക്കെ നല്ല സൂപ്പറാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ താസ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം, അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.